ഹായ്, പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ ആവറേജ് അഭിപ്രായം കിട്ടി. ഇപ്പം OTT റിലീസ് ചെയ്ത സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ റിവ്യൂലോട്ടാണ്. ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും രണ്ടുപേര് ചേർന്നാണ് എഴുതിയേക്കുന്നത്. ഒന്ന് ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണനും രാഹുൽ ജിയും. ഇവർ രണ്ടും കൂടെ ചേർന്ന് എഴുതിയേക്കുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചിത്രകഥ, ഇപ്പോൾ ഈ നമ്മൾ ഈ ബാലരമയ്ക്കകത്തൊക്കെ വരുന്ന ഓരോ ചിത്രകഥകളുണ്ടല്ലോ, ആ ഒരു ചിത്രകഥയ്ക്ക് ഒരു ജീവൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയിൽ. ഇപ്പം നമ്മൾ ജമ്പനും തുമ്പനും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ബാലരമയ്ക്കകത്തെ ഒരു ചിത്രകഥ. ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു മീറ്റർ പിടിച്ച് ഇവരത് ചെയ്തിട്ടുണ്ട്. റൈറ്റർ ആയാലും ഈ ഡയറക്ഷൻ ചെയ്ത് അത് അവർ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒരു മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കൂടിയോ കുറയോ ചെയ്താൽ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകും. അവർ ആ രീതിയിൽ പിടിച്ച് അത് കിടലിനാക്കിയിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. കഥ നടക്കുന്നത് പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഇവിടെ ഒരു സാധാ ഒരു ലോക്കൽ ഗ്രാമം. ആ ലോക്കൽ ഗ്രാമത്തിൽ ഉള്ളൊരു വ്യക്തിയാണ് ഉജ്ജ്വലൻ. അതായത് ധ്യാൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഉജ്ജ്വലൻ. പുള്ളി ഇതേപോലെ ചെറിയ ചെറിയ രീതിയിൽ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം തേങ്ങ മോഷണം, മാല മോഷണം, ആട് മോഷണം, ഇതുപോലെയൊക്കെയുള്ള ഇതുപോലെയൊക്കെയുള്ള ആളുകളെ കാണാതാവുകയും പുള്ളിയുടെ രീതിയിൽ കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്യുക. പിന്നെ അത്യാവശ്യം പോലീസുകാരെയും പുള്ളി സഹായിക്കുന്നുണ്ട്. അതുപോലെ പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ലൈബ്രറി നടത്തുന്നുണ്ട്. പുള്ളി നല്ലോണം വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഡിറ്റക്റ്റീവിനെ പോലെയാണ് കൂടുതൽ വായിക്കുന്നത്. പുള്ളിയുടെ അച്ഛനായിട്ട് വന്നേക്കുന്നത് കോട്ടയം നസീർ, അമ്മയായിട്ട് വന്നേക്കുന്ന പഴയ സീരിയൽ ആക്ട്രസ്സാണ് സുമ ജി നായർ. ഇവരാണ് അവരുടെ അമ്മയായിട്ട് വന്നേക്കുന്നത്. ഇവരുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം. അങ്ങനെ ഒരു സങ്കല്പിയ ഒരു ഗ്രാമം, നമ്മുടെ ഈ മിന്നൽ മുരളിയുടെ ഒക്കെ പോലെ, മിന്നൽ മുരളിക്കകത്ത് നടക്കുന്ന ഒരു ഗ്രാമം ഉണ്ടല്ലോ, അതുപോലെ ഒരു സങ്കല്പിയ ഗ്രാമമാണ് ഇത്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇത് മിന്നൽ മുരളി യൂണിവേഴ്സിറ്റി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു പടമായിരുന്നു. ഹൈപ്പിച്ചിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതൊന്നുമല്ല. ധ്യാനിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ധ്യാൻ ഈ ക്യാരക്ടർ, അതായത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല ഡയറക്ടർമാരുടെ കൈ കിട്ടുവാണെങ്കിൽ പുള്ളി വേറെ ലെവലിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് വേണ്ടതെല്ലാം പുള്ളി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമർ ആയാലും സീരീസ് ആയിട്ട് ചെയ്യുന്ന കഥകൾ, സീരീസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്, അതെല്ലാം പുള്ളി നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ പിടിച്ച്, എന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്ടപ്പെട്ട് ചെയ്തതിനുണ്ട്. നേരത്തെ സിനിമ എനിക്ക് പുള്ളി അറിയാമല്ലോ, ജയ് ജവാൻ ജയ് കിസാൻ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ തട്ടിക്കൂട്ട് കഥയ്ക്ക് തലവെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് പുള്ളി നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പം ധ്യാനിനോട് അറിയാതൊരു ഇഷ്ടം വന്ന് ഈ ഒരു സിനിമ കണ്ട് കഴിഞ്ഞപ്പം. പിന്നെ ഇതിനകത്ത് അന്തിത്തിയുടെ ഇതിനകത്ത് വേറൊരു ക്യാരക്ടറാണ് ഈ ഒരു ചെറിയ ഒരു ലോക്കൽ കള്ളൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ചെറിയ വലിയ മോഷണമൊന്നുമല്ല, ചെറിയ മോഷണമായിട്ടൊക്കെ നടത്തി ഇങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ഏറെക്കുറെ ഉള്ള ഒരു പടം നടക്കുന്നത് 90കളിലെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ലാലേട്ടൻ്റെ ഒരു സിനിമയുടെ പോസ്റ്റർ കാണിക്കുന്നുണ്ട്, ഹിസ് ഹൈനീസ് അബ്ദുള്ള. ആ പടം ഇറങ്ങിയത് 90ലോ 91ലോ ആ സമയത്താണ്. അപ്പം അന്നൊക്കെ തിയേറ്ററിൽ ഓടുന്ന പടത്തിൻ്റെ ആയിരിക്കുമല്ലോ പോസ്റ്റർ വരുന്നത്. ആ സമയത്ത് ഓടുന്ന ഒരു പോസ്റ്റർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം 90കളിലെ കഥ നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഈ ഒരു പുള്ളിയുടെ ജോലിയായിട്ട് ഇങ്ങനെ പോകുന്നു, ഡിറ്റക്റ്റീവായിട്ട് ലോക്കൽ ഡിറ്റക്റ്റീവ് പോലെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റിൽ വെച്ചിട്ട് കഥ മാറുന്നുണ്ട്. ഒരു കൊലപാതകത്തിലോട്ട് കഥ നടക്കുന്നു. അങ്ങനെ ആ കൊലപാതകത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥ എന്ന് വെച്ചാൽ ഇൻ്റർവെല്ല് വരെ പോവുകയാണെങ്കിൽ നല്ല കിടലിനായിട്ട്. ഞാൻ എൻ്റെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് സിജു വിൽസൺ വരുന്നുണ്ട്. സിജു വിൽസൺ വന്ന് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. SI ആയിട്ട് നമ്മുടെ റിനു ഡേവിഡ് വരുന്നുണ്ട്. പുള്ളിക്കാരനും ആ റോള് എന്നിട്ട് ഒന്നും അറിയാത്തൊരു ഇതായിട്ട് ഒരു SI ആയിട്ട് സിജു വിൽസൺ ഈ ഒരു ക്യാരക്ടർ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഈ സീരിയൽ കില്ലറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് ബുഗിമാൻ എന്ന് വെച്ചാൽ പണ്ട് ഒരു നോവൽ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ബുഗിമാൻ്റെ കൂട്ട് കൊല ചെയ്യുന്ന ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ജോൺ വിക്ക് പടങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് 2005 ബുഗിമാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഞാൻ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ WWE ഇതുപോലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ബുഗിമാൻ. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇപ്പോൾ പുള്ളിക്കാരന് കാണിക്കുന്നില്ല. 2006 സമയങ്ങളിലായിരുന്നു പുള്ളി ഫേമസ് ആയിട്ടുള്ളത്. ഇതുപോലെ ഇരയൊക്കെ കൊണ്ടുവന്ന് കാണികളുടെ മുന്നിൽ കൊണ്ടുവച്ച് വായിലിട്ട് കാണിക്കുക. ഇതാണ് പുള്ളിയുടെ ആ ഒരു WWE ക്യാരക്ടർ. അത് പോട്ടെ, അത് ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സീരിയൽ കില്ലറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് കുഴപ്പമില്ല. എല്ലാ സീരിയൽ കില്ലറിനകത്തും കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ജഗദീഷുണ്ട്. ജഗദീഷിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കും, ഞാനത് പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് സീരിയൽ കില്ലറിനെ ഇതിനകത്ത് ഡബിൾ റോൾ പോലെയൊക്കെ കാണിച്ചു വെക്കുന്നുണ്ട്. എനിക്കത് അതിനകത്തോട്ട് എൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് പടം കുറച്ച് വലിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഥയിൽ നിന്ന് വഴുതി വേറെ എവിടോട്ടൊക്കെ പോകുന്നതിൻ്റെ കൂട്ട് തോന്നുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് അടുപ്പിക്കുന്നതിന് കുറച്ച് മുമ്പാണ് പടം പിന്നെ തിരികെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു വലിച്ചിൽ എനിക്ക് ഈ ഒരു കഥയിൽ ഫീൽ ചെയ്ത്. അപ്പോൾ പിന്നെ ഇതിനകത്ത്
ഫൈറ്റ് കൊറിയോഗ്രാഫർ വലിയ രസമില്ല. പിന്നെ എഡിറ്റിംഗ് ചമചാക്കോയുടെ എഡിറ്റിംഗ് ഒക്കെ കിടന്നാണ്. രാത്രിയിലുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ എഡിറ്റിംഗ് അതൊക്കെ കൊള്ളാം. മ്യൂസിക് ചെയ്തേക്കുന്നത് ആർസിയും സിബി മാത്യൂസും ആണ്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കിടലാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെയൊക്കെ അറിയാലോ ഒരു ലോക്കൽ ഏരിയ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിന് അനുസരിച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോങ് ആയാലും ആർസിയുടെ സോങ്ങൊക്കെ ആയാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പടം പിടിക്കുമ്പം ആദ്യമാകുമ്പോൾ നമുക്ക് പാടാം. ഒരു ബാലരമയിലും ബാലഭൂമി ആ ലെവലിൽ വരുന്ന ഒരു ചിത്രകഥ നമുക്ക് നമ്മളിലോട്ട് കൺവിൻസ് ചെയ്ത് എത്തിക്കണമെങ്കിൽ കുറച്ച് പാടാം. പക്ഷേ ഇതിനകത്ത് പുള്ളിക്കാരൻ നീറ്റായിട്ട് ആ ഒരു ഇത് ഡയറക്ഷൻ ചെയ്ത് റൈറ്റിങ്ങും എല്ലാം കിടിലാക്കി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പടം എടുക്കുന്ന വേറൊരു പുള്ളിക്കാരനുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ LJPയുടെ ജല്ലിക്കട്ടായാലും ഇതേപോലെ ചിത്രകഥയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ഏകദേശം ഉള്ളൊരു സ്റ്റോറി. പക്ഷേ അതിനകത്ത് നിന്ന് എങ്ങനെ മനുഷ്യരെ വെച്ച് പുള്ളിക്കാരൻ എങ്ങനെ മാറ്റുന്നു ആ രീതിയിൽ ഡയറക്ഷൻ ചെയ്തെടുക്കാൻ പുള്ളിക്കാരന് ഒരു കഴിവുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണനും രാഹുൽജിയും ഇവർ നല്ല നീറ്റായിട്ട് ഈ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനും ഒരു സെക്കൻഡ് പാർട്ട് ഇട്ടിട്ടാണ് നിർത്തിയേക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നല്ല ഒരു ക്ലൈമാക്സി നിർത്തിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കേണ്ട ഒരു പടം കൂടായിരുന്നു. പിന്നെ രണ്ടാമത്തത് ഹെവി ഐറ്റമായിട്ടാണ് വരുന്നതെന്നൊക്കെ തോന്നുന്നു. ഹൊറർ മൂഡിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് വന്നാൽ കുഴപ്പമില്ല. നമ്മളെ മടുപ്പിക്കല് ഈ പടം മടുത്തിട്ടില്ല. നല്ല മീറ്റർ പിടിച്ച് നല്ല രീതിയിൽ ചെയ്ത ഒരു പടമായിട്ട് നല്ല രീതി എനിക്ക് എന്നുവെച്ചാൽ സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് വലിച്ചിൽ എനിക്ക് ഫീൽ ചെയ്ത്. എങ്കിലും അത് മോശമായിട്ടല്ല, നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് ഡിറ്റക്റ്റീവ് വിജിലൻ തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.